ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. ഡോക്ടറെ കണ്ട് ആൽവിന് വേണ്ട കുറച്ച് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് പനിയോ ജലദോഷമോ അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ, ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന നേരത്ത് കഴിക്കാൻ പറ്റിയ ടാബ്ലറ്റ്സൊക്കെ ഒന്ന് ഡോക്ടറോടൊന്ന് പറഞ്ഞ് വാങ്ങിക്കണം. അപ്പോൾ അതിന് ഞങ്ങൾ ആദ്യം പോകണം. അത് കഴിഞ്ഞിട്ട് വേണം ആൽവിൻ്റെ മെയിൻ ഷോപ്പിംഗ് ഞങ്ങൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങണം. ഞാനും ചേട്ടനും ആൽവിനും മാത്രമേ പോകുന്നുള്ളൂ. അഞ്ചു പോകുന്നില്ല, അഞ്ചു കൂടെ സ്റ്റീവ് ബേബിയുടെ കൂടെ കളിച്ചോളാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോണി. ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇവിടെ അമ്മയുടെ അടുത്താട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള നമ്മുടെ എല്ലാ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങാൻ പോണ്. അപ്പോൾ ഇന്ന് പോകുന്നത് സണ്ണിയുടെ വണ്ടിക്ക് കേട്ടോ. സണ്ണിയുടെ നാനോ ഉണ്ട് ഇവിടെ, നാനോ. അപ്പോൾ ഇതിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്ക് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയൊക്കെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കണ്ട് അവിടുന്ന് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ടും പോകുന്നത്. അപ്പോൾ ചുമ, ജലദോഷം, പനി, അല്ലെങ്കിൽ ചെവി വേദന, തൊണ്ടവേദന, അങ്ങനത്തെയൊക്കെ സിമ്പിൾ അസുഖങ്ങൾക്കൊക്കെയുള്ള മരുന്ന് കയ്യിൽ കരുതണമെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉടനെ ചെറിയ ജലദോഷമോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ കാണാൻ പോകാനൊക്കെ അവർക്ക് ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് നമ്മളുടെ ഏജൻറ്റ് പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ ഇത്തിരി മരുന്നുകൾ കയ്യിൽ കരുതിക്കോളാൻ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അത് കഴിഞ്ഞ് നമ്മളിതാ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം കേട്ടോ. ആൽവിനുള്ള സ്യൂട്ട് കേസ് നോക്കാൻ പോവാണ്. അപ്പോൾ ആൽവിനെയും കൂട്ടി വന്നേക്കണം. ആൽവിന് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കട്ടെ എന്ന് വെച്ച് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ വാങ്ങണം എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എന്തായാലും 1-2 പെട്ടികളായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ആ കടയിലേക്ക് തന്നെ വന്നേക്കാം. അപ്പോൾ എന്തായാലും അകത്ത് പോയൊക്കെ നോക്കട്ടെ ഞങ്ങൾ. ഇത് ഞങ്ങൾ ചാലക്കുടിയിലേക്ക് പോകുന്ന വഴിക്ക് കോട്ടാറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിലായിട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ബാഗോ സ്യൂട്ട് കേസോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, നമുക്ക് ഇവിടുന്ന് കൊട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ. അഞ്ജലിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാത്രയ്ക്കൊക്കെയുള്ള ബാഗുകളോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് യൂസ് ചെയ്യാനുള്ള ബാഗുകളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും വരുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാഗൊക്കെ ഉണ്ടാക്കുന്നൊരു സ്ഥലം കൂടിയാണ്, അങ്ങനത്തെ ഒരു കടയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ വേഗത്തിലൊന്നും ഒന്നും കേട് വന്നിട്ടില്ല ബാഗുകളൊന്നും. പിന്നെ ഇനി അഥവാ ചെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട് വരണമെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്താൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് നന്നാക്കി തരുകയും ചെയ്യും. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗ് അതിപ്പോൾ 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആൽവിനെ പെട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്കൊരു ബാഗ് നോക്കുന്നുണ്ട്. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനും സ്കൂളിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ബാഗും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാഗുകൾ ഇവിടുന്ന് ചേട്ടൻ ഒരുപാട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യണ, ഇഷ്ടപ്പെട്ടത് നോക്കി സൈസും കളറൊക്കെ നോക്കി സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഏതെടുക്കേണ്ടതെന്നൊരു പിടുത്തില്ല. ആ രീതിയിൽ ഇഷ്ടംപോലെ ബാഗുകളുണ്ട് ഇവിടെ, ചെറുതും വലുതുമായിട്ടൊക്കെ ഇഷ്ടംപോലെ ബാഗുകളുണ്ട്. അപ്പോൾ അങ്ങനെ സ്യൂട്ട് കേസിൻ്റെ സെലക്ഷനൊക്കെ ആദ്യത്തിൽ തന്നെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ആ ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ആൽവിന് പേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾക്കിനി വേഗത്തിൽ തന്നെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ടൗണിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇനി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അവിടുന്ന് ആൽവിന് കിച്ചൺ ഐറ്റംസ് കുറച്ച് വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ മസാല ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ കടയിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കുക്കറാണ്. കുക്കർ ഒരു 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് നോക്കുന്നത്. 2 ലിറ്ററിൻ്റെ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് 3 ലിറ്ററിൻ്റെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ 3 ലിറ്ററിൻ്റെ കുക്കർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുക്കർ വേഗത്തിൽ തന്നെ സെലക്ഷൻ കഴിഞ്ഞു കേട്ടോ. വേഗത്തിൽ തന്നെ നമുക്ക് കുക്കർ സെലക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ കുക്കർ സെലക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കടായി ഒക്കെ നോക്കി. പക്ഷേ കടായി ഇവിടെ വലിയ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ആൽവിന് ചെറിയ സൈസാണ് വേണ്ടത്. അപ്പം അങ്ങനത്തെ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് കണ്ടില്ല. കാരണം ഇൻഡക്ഷനുമേയും കൂടെ വെക്കാവുന്ന രീതിയിലത്തെ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കിട്ടാഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് വാങ്ങിക്കാൻ പോയില്ല. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഇതെല്ലാം വാങ്ങി ഇനി താഴത്തെ ഫ്ലോറിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ഒരു ബോക്സ്, അതൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം ആൽവിന് വേണ്ട കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആൽവിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ക്രീം, സ്പ്രേ, ലോഷൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ അടുത്തേക്ക് പോകണം. പേന, അതുപോലെ തന്നെ നോട്ട്ബുക്ക്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഓരോന്നൊക്കെ കയ്യിൽ കരുതാമെന്നും പറഞ്ഞ് അപ്പോൾ അതൊക്കെ ഇതാ വാങ്ങിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ ബാത്ത് ടവൽ കാര്യങ്ങളെല്ലാം വാങ്ങിക്കാൻ പോവാണ്. ബ്രഷ്, പേസ്റ്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ്, അതായത് ആൽവിൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെയൊക്കെ പെട്ടെന്ന് വിശപ്പ് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 മാഗി പാക്കറ്റ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പിൻ്റെ കുറച്ച് പാക്കറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പും കൂടിയാണല്ലോ ചെല്ലുന്ന സമയത്ത്, അപ്പോൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കണമെങ്കിലൊക്കെ വേഗം കുടിക്കാമെന്നും പറഞ്ഞ് സൂപ്പൊക്കെ 2-3 പല ഫ്ലേവറിൻ്റെയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് ആ മസാല ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ മസാല, അതുപോലെ തന്നെ വെജിറ്റബിൾ മസാല, പിന്നെ സോസ്, അങ്ങനത്തെയൊക്കെ എല്ലാം ഓരോന്നോരോന്നൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.